ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63. യേശു കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ചും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ അപ്പം താൻ തന്നെയെന്നും പറയുന്നു. യേശു പറഞ്ഞ ഓരോ വാക്കും ഘനമേറിയതും അസത്യം ലേശം ഇല്ലാത്തതുമായിരുന്നു. നാം പറയുന്ന ഒരു വാക്കും ശൂന്യമല്ല, ഒന്നും വെറുതെയാകുന്നില്ല. വാക്കുകൾ ജീവൻ തുടിക്കുന്നതാണ്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ആത്മമണ്ഡലത്തിൽ സജീവമാണ്. പറഞ്ഞുപോയ വ്യർത്ഥമായ വാക്കുകളെ നിഷ്ഫലമാക്കുവാൻ അതിനെ ചെറുക്കുന്ന ദൈവദത്തമായ വാക്കുകൾ പറയുക. അനുതപിക്കുക, ദൈവത്തോട് ഏറ്റുപറയുക. വാക്കുകൾ ഊർജവും സ്പർശന ക്ഷമതയുമുള്ളതാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. നിങ്ങൾ അർത്ഥമാക്കാത്തതോ സംഭവിക്കുവാൻ ആഗ്രഹിക്കാത്തതോ ഒരിക്കലും പറയരുത്. ഒരിക്കലും നിഷേധാത്മകമായി സംസാരിക്കരുത്. കാരണം നിസ്സാരമെന്ന് കരുതുന്നതിന് വലിയ ആത്മീയ അർത്ഥങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ ഉരുവിടുന്നത് നിങ്ങൾക്ക് സംഭവിക്കും. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു: ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വ്യർത്ഥവും ശൂന്യവുമായ വാക്കുകൾ പറയരുത് എന്ന് യേശു പറഞ്ഞതിൻ്റെ കാരണം മത്തായി 12:36 മുതൽ 37 വരെ നാം കാണുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പറയുന്ന ആൾക്കോ കേൾക്കുന്ന വ്യക്തിക്കോ ഉപകാരമില്ലാത്തവയാണ് വ്യർത്ഥ വാക്കുകൾ. ഈ വാക്കുകൾക്ക് നാം വലിയ വില കൊടുക്കേണ്ടി വരും, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് യേശു ഓർമ്മിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശു തന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. വാക്കുകൾക്ക് യേശു വലിയ പ്രാധാന്യം നൽകി. കർത്താവായ യേശുവിൻ്റെ വാക്കുകളും മറ്റേതൊരു വ്യക്തിയുടെ വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം യേശുവിൻ്റെ വാക്കുകൾ ജീവൻ നിറഞ്ഞവയായിരുന്നു എന്നതാണ്. യേശു നമുക്ക് പിന്തുടരുവാൻ ഒരു നല്ല മാതൃക നൽകിയിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 18:21 പറയുന്നു: മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ജീവൻ മാത്രം സംസാരിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ചുറ്റുമുള്ളവയിലും ജീവൻ വ്യാപരിക്കും. നിങ്ങളുടെ ഉപജീവന മാർഗത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ശരീരത്തോടും കുട്ടികളോടും ചുറ്റുമുള്ള എല്ലാറ്റിനോടും ജീവൻ സംസാരിക്കുക. ഓർമ്മിക്കുക, നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും മരിക്കില്ല. അവ ജീവിക്കുന്നതും അന്തരീക്ഷത്തെ സജീവമാക്കുവാൻ പ്രാപ്തിയും ഉള്ളതാണ്. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വാക്കുകളുടെ ശക്തി അതിപ്രധാനമാണ്.